ഡ്രയർ പൊട്ടിത്തെറിച്ച് യുവതിയുടെ കൈപ്പത്തി പോയ സംഭവം. കെണിയൊരുക്കിയ സൈനികൻ അറസ്റ്റിൽ. ഹെയർ ഡ്രയർ പൊട്ടിത്തെറിച്ച് സൈനികന്റെ വിധവയ്ക്ക് ഇരു കൈപ്പത്തിയും നഷ്ടപ്പെട്ട സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. സൈനികന്റെ വിധവയുമായുള്ള ബന്ധത്തിന് തടസ്സം നിന്ന അയൽവാസിയെ അപായപ്പെടുത്താനുള്ള 35-കാരന്റെ ശ്രമത്തിൽ പക്ഷേ പരിക്കേറ്റത് കാമുകിക്ക് തന്നെ. 35-കാരനുമായുള്ള പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് നിരന്തരമായി കാമുകിയോട് ആവശ്യപ്പെട്ടിരുന്ന അയൽവാസിയായ സുഹൃത്തിനാണ് ബുധനാഴ്ച കൊറിയർ എത്തിയത്. എന്നാൽ സ്ഥലത്തില്ലാത്തതിനാൽ കൊറിയർ വാങ്ങിവെക്കാനും പിന്നീട് തുറന്ന് എന്താണെന്ന് പരിശോധിക്കാനും അയൽവാസി യുവാവിന്റെ മുൻ കാമുകിയോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ കൊറിയർ അയച്ചത് മുൻ കാമുകനാണോ, ഹെയർ ഡ്രയർ പൊട്ടിത്തെറിക്കുമോ എന്ന് ധാരണയില്ലാതെ പ്രവർത്തിപ്പിച്ചു നോക്കിയ കാമുകിക്ക് സ്ഫോടനത്തിൽ ഇരു കൈപ്പത്തികളും നഷ്ടമാവുകയായിരുന്നു. കർണാടകയിലെ ബാഗൽകോട്ടിൽ ബുധനാഴ്ചയുണ്ടായ അപകടത്തിലാണ് ബാസമ്മ യാരനാൽ എന്ന യുവതിക്ക് ഇരു കൈപ്പത്തികളും നഷ്ടമായത്. അയൽവാസി ശശികലയ്ക്ക് വന്ന കൊറിയർ അവരുടെ നിർദ്ദേശത്തിന് പിന്നാലെ വാങ്ങിവെക്കുകയും പിന്നീട് ശശികല ആവശ്യപ്പെട്ടതനുസരിച്ച് ഉപകരണം പ്രവർത്തിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ ബാസമ്മ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കർണാടകയിലെ കൊപ്പലിലെ കരട്ടാഗേരി സ്വദേശിയായ 35-കാരൻ സിദ്ധപ്പ ശീലവാസന്താണ് സംഭവത്തിൽ അറസ്റ്റിലായത്. തുടക്കത്തിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് കരുതിയ സംഭവത്തിലെ പോലീസ് അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതും അറസ്റ്റുണ്ടായതും. ബാസമ്മയും സിദ്ധപ്പയും ഒരേ ഗ്രാമവാസികളാണ്. ഭർത്താവിന്റെ മരണശേഷം സിദ്ധപ്പയും ബാസമ്മയും തമ്മിൽ അടുപ്പത്തിലായി. ഈ വിവരം ശശികലയ്ക്ക് അറിയാമായിരുന്നു. 1 മാസം മുമ്പ് സിദ്ധപ്പയെ ബാസമ്മ ശശികലയ്ക്ക് പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ പ്രണയമാണെന്ന് വ്യക്തമായതോടെ ശശികല സിദ്ധപ്പയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ബാസമ്മയെ നിർബന്ധിച്ചിരുന്നു. ഉറ്റ സുഹൃത്തും ഭർത്താവിന്റെ സുഹൃത്തിന്റെ ഭാര്യയുമായ ശശികലയുടെ നിർദ്ദേശം ബാസമ്മ സ്വീകരിച്ചു. പിന്നാലെ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് വിശദമാക്കുകയും ചെയ്തു. ഇത് സിദ്ധപ്പയെ പ്രകോപിതരാക്കിയിരുന്നു. ബാസമ്മ ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ കാരണം ശശികലയാണെന്ന് വ്യക്തമായ സിദ്ധപ്പ ശശികലയെ അപായപ്പെടുത്താൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ കെണിയിൽ പക്ഷേ അബദ്ധത്തിൽ വീണത് ബാസമ്മയാണെന്ന് മാത്രം.